കൊച്ചിയിൽ റിട്ടയേർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. കൊച്ചി സൈബർ പോലീസ് ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് തട്ടിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, സൈബർ തട്ടിപ്പ് നടത്തി സമയമെടുത്തുകൊണ്ട് തന്നെ 90 ലക്ഷം രൂപ തട്ടിയെടുത്ത വാർത്ത നമ്മളൊക്കെ ഞെട്ടലോടെയാണ് കേട്ടത്. ഇപ്പോൾ ആ കേസിലാണ് മലപ്പുറത്ത് നിന്ന് അല്ലേ തലശ്ശേരി സ്വദേശികളായ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡിസംബറിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. അമിതമായ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പ്രതികൾ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ശശിധരൻ നമ്പ്യാരിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്തത്. തുടർന്ന് ഇവരെ ഈ ജഡ്ജിയെ ഈ ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് വിശ്വാസ്യത നേടിയെടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പിന്നീട് ഇദ്ദേഹം സൈബർ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിലാണ് കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും ഈ സംഘത്തിലെ 3 പേരെ പിടികൂടിയത്. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതികൾ വടക്കേ ഇന്ത്യൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളാണെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇവർ ഈ ജഡ്ജിയിൽ മാത്രമാണോ തട്ടിപ്പ് നടത്തിയത്? മറ്റാരിലെങ്കിലുമൊക്കെ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് തുക ഇവരെങ്ങനെയാണ് കൈപ്പറ്റുന്നത്, എന്തിനാണ് ചിലവാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇത് വലിയൊരു സംഘത്തിലെ അംഗങ്ങളാണ് പിടിയിലായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് തലശ്ശേരി സ്വദേശികളായ 3 പേരെ ഇപ്പോൾ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.